ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. ടൈം രാത്രി 12 മണി. കുടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം കഴുകി തീർന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ എൻ്റെ പണ്ടത്തെ വ്ളോഗുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫീസിലെ കുറേ വ്ളോഗ്, ഓണപ്പരിപാടിയിലേക്ക് വ്ളോഗ് കാര്യങ്ങളെല്ലാം കണ്ടു. അന്ന് പല കാര്യങ്ങളും കോമാളിത്തരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നത് കാണുമ്പം എന്തൊക്കെയോ മിസ്സായ ഒരു ഫീലാണ്. ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടെയുള്ള എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക. ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക. എല്ലാം ഓരോ മെമ്മറിയാണ്. ഓർക്കുമ്പം എന്തോ ഒരു വിഷമം. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഓരോ മൊമെൻറ്റും ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ലാഭമുള്ളതുകൊണ്ടോ ഒന്നുമല്ല. അത് ഫ്യൂച്ചറിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മെമ്മറി ആയിരിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങളുടെ ഒപ്പം ഉള്ള മൊമെൻറ്റ്സൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നു, അങ്ങനെ ഒന്നും കിട്ടിയിട്ടല്ല. ഇതെല്ലാം എനിക്ക് ഫ്യൂച്ചറിൽ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങളെ ഓരോരുത്തരോടുമുള്ള ഓരോ മൊമെൻറ്റ്സും എനിക്ക്, ഓരോ മെമ്മറിയും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് ഞാൻ ഹോൾഡ് ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും എൻ്റെ ലൈഫിൽ വന്നു പോകുന്ന ആൾക്കാരും എല്ലാം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെനിക്ക് എത്ര വർഷം കഴിഞ്ഞാലും അതെല്ലാം എനിക്ക് കാണണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്ളോഗ് ചെയ്യാനായിട്ട് പാടുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എപ്പോഴും ഫോണെടുത്ത് ഞാൻ മാത്രം ഇങ്ങനെ വെച്ച് ഫേസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം കാര്യങ്ങളൊന്നുമില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വ്ളോഗ് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് നല്ലോണം മനസ്സിലാവും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ വീഡിയോസിൽ വരണ്ട എന്നൊക്കെ ഉള്ളത് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളാണ്. എടുക്കണ്ട അല്ലെങ്കിൽ എൻ്റെ ഫേസ് എനിക്കത് വരണത് ഇഷ്ടമല്ല എന്നുള്ളവർ ഉറപ്പായിട്ടും അത് ഓപ്പണായിട്ട് തന്നെ പറയണം. അങ്ങനെ ഉള്ളവരെ ഒരു കാരണവശാലും ഞാൻ വീഡിയോസിൽ എടുക്കില്ല. അത് പ്രോമിസ് ചെയ്ത് പറയുവാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി സമാധാനവും ഉറക്കവുമായിരുന്നു. അത് ഏകദേശം 1 മാസം വരെ നല്ല രീതിയിൽ അത് അനുഭവിച്ചു. ഉറങ്ങുന്ന ടൈമായിരുന്നാലും എണിക്കുന്ന ടൈമായിരുന്നാലും തോന്നിയ പോലെയായിരുന്നു. പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര എന്തോ ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി. കാരണം ലൈഫിൽ ഒന്നും ചെയ്യാത്ത പോലൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് വന്നു തുടങ്ങി. ഉച്ചയാവും, 12 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും എണിക്കുന്നത്. ഓക്കെ, എണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണവും, പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ അങ്ങനെ ആരുമില്ല, റൂമിൽ അങ്ങനെ ഇരിക്കുന്നതും, പിന്നെ ഒരു കാര്യത്തിന് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഫുഡ് സമയത്ത് കഴിക്കൂല, പുറത്ത് പോകാൻ പോലും തോന്നത്തില്ല. അങ്ങനെയൊക്കെ കുറേ ഫീലിംഗ് ആയിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. ആ ടൈമിലാണ് ഞാൻ ജിമ്മിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആകെ ആശ്വാസം എന്ന് പറയുന്നത് ജിമ്മിൽ വരുന്നു, ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നു, അത് മാത്രമായിരുന്നു. പക്ഷേ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എനിക്ക് ശോകാവസ്ഥയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ജിമ്മിൽ മോർണിംഗ് കയറി നോക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് എണിക്കുകയാണത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരാഴ്ച ഞാൻ അലാറമൊക്കെ വെച്ച് മോർണിംഗ് എണീച്ച് ജിമ്മിൽ വന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കം, എണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, രാത്രി നേരത്തെ കിടക്കണമെന്നുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാത്തിനും ഞാനൊരു ടൈമിങ് വെച്ചിട്ട് അതൊന്ന് ബാലൻസ് ചെയ്ത് ഏകദേശം 1 വീക്ക് കൊണ്ട് തന്നെ എനിക്ക് മോർണിംഗ് അലാറം വെക്കാണ്ട് എണിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. കറക്റ്റ് ഒരു 7 മണിയാവുമ്പോൾ അല്ലെങ്കിൽ 7:30 ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ ഉണരുന്നുണ്ട് അലാറം വെക്കാണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ഒരു വർക്കൗട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ടാറ്റു വർക്ക് ചെയ്യാൻ, ഇതെല്ലാത്തിനും എനിക്കിപ്പോൾ ഒരു ടൈമിങ് ശരിയായിട്ട് വരുന്നുണ്ട്. എനിക്കുണ്ടായ വലിയൊരു മാറ്റമാണ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഫീല്. കാരണം എനിക്ക് വരുമാനം എല്ലാം കിട്ടുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും വരുമാന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ സമയത്ത് എൻ്റെ ലൈഫിൽ ഒരു അച്ചടക്കവും ഇല്ലാത്ത രീതിയിൽ ഒരു ലൈഫ് വന്നപ്പോൾ എനിക്ക് തന്നെ അത് ഭയങ്കര ബോറായിട്ട് തുടങ്ങി. കാരണം 10 വർഷമായിട്ട് ഒരു കമ്പനിയിൽ കറക്റ്റ് സമയത്ത് പോയി കറക്റ്റ് സമയത്ത് തിരിച്ചു വന്ന്
എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിംഗ് എല്ലാം പെട്ടെന്ന് തെറ്റിയപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അതായിരിക്കും അടിപൊളിയെന്ന്. പക്ഷെ അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തോന്നിയ സമയത്ത് എണീക്കണത്, ലൈഫിൽ ഒരു കാര്യവും കൃത്യമായിട്ട് നടക്കാത്തത്, ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി. മോർണിംഗ് വർക്കൗട്ടിന് കയറിയപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റി. വീഡിയോ കണ്ടന്റ് ചെയ്യാൻ പോകുന്നതായിരുന്നാലും, അല്ലെങ്കിൽ എഡിറ്റിങ്, ഫുഡ് കഴിക്കണത് സമയത്ത് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണും, എല്ലാത്തിനും ഒരു താല്പര്യം വന്നു തുടങ്ങി. എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി. ആദ്യത്തെ നിന്നും ആ ഒരു ഒറ്റപ്പെടൽ ഇപ്പം കുറച്ചായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ജിമ്മിൽ വരുന്നു, അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് അതെല്ലാം ചെയ്യുന്നു. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട് ലൈഫ്. അപ്പോൾ എനിക്കും പറയാനുള്ളത് തന്നെയാണ്, നമ്മൾ ലൈഫിൽ എല്ലാത്തിനും ഒരു അച്ചടക്കം കീപ്പ് ചെയ്യുക. കൺസിസ്റ്റൻസി പിടിക്കുക എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഡെയിലി അത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നു തുടങ്ങും. കാരണം ഇപ്പൊ ജിമ്മിൽ വന്നില്ലെങ്കിലാണ് എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തുടങ്ങുന്നത്. 2 ദിവസം ജിമ്മിൽ ഞാൻ ലീവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നതാണ്. എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റന്റ് ആവാൻ നോക്കാം. കൺസിസ്റ്റന്റ് ആവാനായിട്ട് 1-2 ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ചെയ്തു നോക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കും. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓഫീസിൽ പോകണ്ടല്ലോ, എനിക്ക് തോന്നിയ സമയത്ത് എണീക്കാം, തോന്നിയ സമയത്ത് ഉറങ്ങാം എന്നുള്ള ഇതൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ സമാധാനം കിട്ടുന്ന കാര്യമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അതൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല, അത് അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമായിരുന്നാലും നമ്മളത് ചെയ്യുക. പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം, എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവായിട്ടിരിക്കുക. ഇല്ലെങ്കിൽ അത് ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറേ പേരൊക്കെ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് ഒരുപാട് വരുമാനമുണ്ട്, അതുകൊണ്ട് അവന് സേഫാണ് എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇടത്തുനിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും ഒരു ബാക്കപ്പ് കരുതിയിരിക്കണം. അത് നമ്മൾ എവിടെ വർക്ക് ചെയ്തിരുന്നാലും എന്ത് ജോലിയിലായിരുന്നാലും ശരി, നമ്മൾ ബാക്കപ്പ് കണ്ടിരിക്കണം. ഒരു 10,000 രൂപ മേടിക്കുന്ന ഒരാളായിരുന്നാൽ പോലും നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 30% എങ്കിലും, കുറഞ്ഞത് 30% എങ്കിലും നമ്മുടെ സേവിങ്സിലോട്ട് വിടാനായിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ ഒരു 30% പോയി കഴിഞ്ഞാൽ ബാക്കി പൈസയിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, ബാക്കി പൈസയിൽ നമുക്ക് ആ പൈസ ഫുൾ ആ മാസം തീർത്താൽ പോലും തെറ്റില്ല. പക്ഷെ അങ്ങനെ തീർക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല ലൈഫിൽ. അതൊക്കെ നമുക്ക് സേവിങ്സ് ആയിട്ട് വരും. നമ്മൾ സേവിങ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഏത് ജോലി ആയിക്കോട്ടെ, എത്ര വരുമാനം കുറഞ്ഞതും ആയിക്കോട്ടെ, ഞാൻ ഒരുപാട് ബാധ്യതകളുള്ള ആളാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ് മാത്രമാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു മാസത്തിൽ ഒരു 500 രൂപയെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഞാൻ ജോലി ചെയ്യേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? ഞാൻ ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് 6,000 രൂപയായിരുന്നു ശമ്പളം. വെറും 6,000 രൂപയായിരുന്നു ശമ്പളം. എനിക്ക് ആ മാസം മുതൽ ലോൺ അടയ്ക്കേണ്ടത് ഏകദേശം 7,000 രൂപ വെച്ചിട്ടാണ്. മനസ്സിലായോ? പക്ഷേ അന്നും ഞാനിതേപോലെ പാർട്ട് ടൈമായിട്ട് വേറെ എന്തെങ്കിലും ജോലിയും ചെയ്യുന്നുണ്ട്. അതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. നമുക്ക് ഒരു കാര്യം ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മനസ്സിലായോ? നമുക്ക് സേവ് ചെയ്യണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ സേവ് ചെയ്തിട്ട് ബാക്കി ക്യാഷിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പലരുടെയും സിറ്റുവേഷൻസ് പലതായിരിക്കാം. ഒരു കാര്യം ചിന്തിച്ച് നോക്കുക, നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഫുഡും എവിടെയെങ്കിലും കിടക്കാനുള്ള സൗകര്യവുമാണ്. ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അത് ആഡ് ചെയ്തിട്ട് ഞാൻ കടക്കാരനായി എന്ന് പറയുന്നതിലല്ല കാര്യം. നമ്മുടെ ലൈഫിൽ നമ്മുടെ കേപ്പബിലിറ്റി എന്താണോ, നമുക്ക് എന്തൊക്കെ നമുക്കൊണ്ട് പറ്റും, ആ കാര്യങ്ങളൊക്കെ മാത്രമാണ് നമ്മുടെ ലൈഫിലോട്ട് ആഡ് ചെയ്യേണ്ടത്. വേറെ ആരെയും കാണിക്കാനോ വേറെ ആരുടെയും മുമ്പിലൊന്നും കാണിച്ചു കൊടുക്കാനോ അല്ല നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കേണ്ടത്. എനിക്ക് കാറില്ലല്ലോ, എനിക്ക് വീടില്ലല്ലോ, എനിക്കതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് തന്നെയാണ് നമ്മുടെ ലൈഫ് കൂടുതൽ ക്രിട്ടിക്കലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കപ്പാസിറ്റി എന്താണോ ആ കപ്പാസിറ്റി അനുസരിച്ചിട്ട് മാത്രം നമ്മുടെ ചിലവും കാര്യങ്ങളും ചെയ്യുക. അത് ഏത് കാര്യമോ ആയിക്കോട്ടെ.
അപ്പോൾ നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. നമ്മളായിട്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തിക്കൊണ്ടിരിക്കുന്നതും. സോ നമ്മുടെ ലൈഫിൽ എന്ത് വരണം എന്ത് വരണ്ട എന്നുള്ള ചോയ്സ് നമ്മുടെ കപ്പാസിറ്റി അറിയുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാനിപ്പോൾ കാറിൽ പോയാൽ ആൾക്കാർ ചിലപ്പം ചിന്തിക്കുമായിരിക്കും അവൻ നല്ല കാശുള്ളതായിരിക്കും. നമ്മളങ്ങനെ ചിന്തിപ്പിക്കേണ്ട ആവശ്യം എന്താ? ചിലപ്പോൾ എൻ്റെ എണ്ണ അടിക്കാൻ പോലും പൈസ ഉണ്ടാവില്ലാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ എല്ലാവരും ചിന്തിക്കുക, ലൈഫിൽ നമുക്കെല്ലാം വേണമെന്ന് വെച്ചാൽ ഒറ്റയടിക്കൊന്നും കിട്ടത്തില്ല. ആരും ഒറ്റയടിക്ക് ഒന്നും സമ്പാദിച്ച ആൾക്കാരല്ല. ഒന്നുകിൽ നമുക്ക് ഫാമിലി പരമായിട്ട് സ്വത്തുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അതേപോലെ കഷ്ടപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മളെ ഇൻസ്പയർ ആവുന്ന പല ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ട് അവരെ പോലെ കാറെടുക്കണം, അവരെ പോലെ വീട് വയ്ക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം, ചിന്തിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, അതിനായിട്ട് വർക്കും കൂടി ചെയ്യുക. ചുമ്മാ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ലൈഫിലോട്ട് വരില്ല. അതെപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. വരാനുള്ളതൊക്കെ നമ്മളെ തേടി തന്നെ വരും. അതിപ്പോൾ കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളെ തേടി വരാനുള്ള സാധനങ്ങളെല്ലാം നമ്മളെ തേടി വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ ഫ്യൂച്ചർ കണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് എന്തൊക്കെ ചെയ്താലായിരിക്കും നമുക്ക് ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ പോകും എന്നൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടി തല ഉപയോഗിച്ച് മുന്നോട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഒരു സേഫ് സോണിലായിരിക്കാം ഇരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവുകൾ നടന്നു പോകാനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരിക്കാം. സോ ആ സേഫ് സോണിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറത്തോട്ട് ഇറങ്ങാൻ നിങ്ങൾ താല്പര്യപ്പെടില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുണ്ട്. ഏകദേശം 5 വർഷമായിട്ട് എനിക്ക് ബിസിനസ് ഉണ്ടായിട്ട് പോലും ഞാൻ ആ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. മനസ്സിലായോ? ആ ബിസിനസ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഇറങ്ങാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് ഇപ്പോഴും ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഇത്രയും പ്രഷർ സഹിച്ചും ഒരുപാട് ബുദ്ധിമുട്ടിയും പലരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴെങ്കിലും ചിന്തിക്കുക, എനിക്കറിയാവുന്നതിൽ പല ആൾക്കാർക്കും ഒരു സേവിങ്സ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ബാക്കപ്പായിട്ട് ഒരു കാര്യമോ അവർക്കില്ല. എന്നിട്ടും അവരിങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ആ ഒരു സേഫ് സോണിൽ നിന്ന് അങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് ആ ഒരു സേഫ് സോൺ ആവണം എന്നുമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇന്ന് മുതൽ അതിനായിട്ട് വർക്ക് ചെയ്തു കൊടുക്കുക. ഇന്ന് മുതൽ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് അടുത്തൊരു ലെവലിലോട്ട് പോകാൻ പറ്റും. ആ ഓഫീസിൽ നിന്ന് വിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് വിട്ട് കുറച്ചും കൂടി സേഫായിട്ടുള്ള ഒരു ഇതിലോട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോഴേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കി സ്വന്തമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് സ്വയം കണ്ടുപിടിക്കുക, അതിലോട്ട് മാറുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ്. എന്നാൽ പോലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാനുണ്ട്. ഞാനും അഖിലും ശിവയും കൂടിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന നമ്മൾ ഇത്രയും പേരും കൂടെ 3 പേരുടെ ഇരുന്നിട്ട്, ഞാൻ സെൻട്രലായിരിക്കുന്ന അഖിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ്, ശിവ റൈറ്റ് സൈഡ്, ഇങ്ങനെ ഇരിക്കും. നമ്മളിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യാനുണ്ട്. നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോകും ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ മിസ് ചെയ്യാനുണ്ട്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവിടുത്തെ പല പ്രോഗ്രാംസുമാണ്. ഓണപ്പരിപാടി, എനിക്ക് ഓണം അവിടുത്തത് അത്രയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ റീസെൻ്റ്ലി നടന്ന ഓണപ്പരിപാടികളെക്കാട്ടിയും കുറച്ചുകൂടി വർഷങ്ങൾക്ക് മുമ്പേ വലിയ രീതിയിലുള്ള ആഘോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈഡ് ഹൗസിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. നമുക്ക് വർക്കിൻ്റെ ഇടയിൽ ഈ ഓണപ്പരിപാടിക്കും കാര്യങ്ങൾക്കും പിന്നെ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വളരെ വലുതാണ്. പിന്നെ ഇങ്ങോട്ട് വരുംതോറും നമ്മൾ പല കാര്യങ്ങളിലും ആക്റ്റീവ് അല്ലാണ്ടായി, പല പ്രോഗ്രാമിലും ആക്റ്റീവ് അല്ലാണ്ടായി. അത് നമ്മുടെ വർക്ക് പ്രഷർ തന്നെയാണ്. അപ്പോൾ ആ ഒരു വർക്ക് പ്രഷർ കാരണം നമുക്ക് പലതിലും ആക്റ്റീവ് ആവാനുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു. എന്നാൽ പോലും പറ്റുന്ന രീതിയിലൊക്കെ എല്ലാത്തിലും പങ്കെടുത്തു. പക്ഷേ അന്ന് ഞാൻ വ്ളോഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത കാരണം ഇന്ന് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നടന്ന ഓണങ്ങളുടെ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. ഇന്നലെ ഞാനിരുന്ന് എൻ്റെ
മുന്നത്തെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അന്ന് എനിക്കിതൊക്കെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നത് കാണുമ്പോൾ എന്തോന്നറിയാത്തൊരു പ്രശ്നമാണ്, എന്തെന്നറിയാത്തൊരു എന്താ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഓഫീസൊക്കെ മിസ് ചെയ്യുന്നു, പ്രോഗ്രാം മിസ് ചെയ്യുന്നു. അത്രയ്ക്കും അടിപൊളി ഒരു ടൈമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിനി പിന്നീടൊരു ലൈഫ്, ഒരു അടിപൊളി ലൈഫ് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന് ഇപ്പോഴത്തെ ടൈം വെറുതെ നശിപ്പിച്ച് കളയാണ്ടിരിക്കുക. മാക്സിമം ഇപ്പോൾ തന്നെ എൻജോയ് ചെയ്യാൻ നോക്കുക. ഇനിയുള്ള ലൈഫ് എന്താവുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ ബെറ്ററായിട്ട് ജീവിക്കാൻ നോക്കും, അതിനപ്പുറം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഓർമ്മ കിട്ടുമ്പോൾ ഞാൻ അപ്പോഴും അത് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.